ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ഞാൻ ഇവിടെ 3 ക്വസ്റ്റ്യൻ സെറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറയുമ്പം നമ്മുടെ സിലബസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സെയിം ക്വസ്റ്റ്യൻ, ആ സിലബസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് എന്താണ്, അതിൻ്റെ ആൻസേഴ്സ് എന്താണ് ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ടൊന്ന് പറഞ്ഞു പോകാം. കാരണം ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കിത് ഓൾറെഡി ഇങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് ഇത് നോക്കി പോകാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ് 1 ഒന്നുകൂടെ പറയുകയാണ്. ക്വസ്റ്റ്യൻ സെറ്റ് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ സെറ്റാണ് ക്വസ്റ്റ്യൻ സെറ്റ് നമ്പർ 1. സോ ഇവിടെ നോക്കുക. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡസ് ദ ഹാർഡ്വെയർ ഫൈൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ ആഫ്റ്റർ സിസ്റ്റം സ്വിച്ച് ഓൺ or write the operations taking place during the booting of a system or explain the system boot process. അപ്പോൾ മൊഡ്യൂൾ 1-ൽ സിസ്റ്റം ബൂട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അപ്പോൾ ആ സെഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ്. സിലബസിലെ മൊഡ്യൂൾ 1-ലുള്ള സിസ്റ്റം ബൂട്ട് പ്രോസസ്സ്. Before that, I will show you the model question paper. This is a model question paper. Okay, this is a model question paper attached with the syllabus. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയാണല്ലേ. പാർട്ട് എ ഉണ്ടാകും, ദെൻ പാർട്ട് ബി. ഓക്കെ, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അതിൽ പാർട്ട് എ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് വിത്ത് 3 മാർക്സ് ഈച്ച്. നിങ്ങളുടെ S3-ൽ 2019 സ്കീമിൽ S3-ലുള്ള ആ സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം S4-ലുള്ള എക്സാംസ്. ഓക്കെ, സോ പാർട്ട് എ കൺസിസ്റ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരിങ് 3 മാർക്സ്. ഓക്കെ, ഈച്ച് ക്യാരിങ് 3 മാർക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോർമലി നിങ്ങൾക്കറിയാം, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ കം അണ്ടർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വിൽ കം അണ്ടർ മൊഡ്യൂൾ 1 ആൻഡ് തേർഡ് ആൻഡ് ഫോർത്തും മൊഡ്യൂൾ 2 ആണ്. ദെൻ 5ഉം 6ഉം മൊഡ്യൂൾ 3 ആണ്. ദെൻ 7ഉം 8ഉം മൊഡ്യൂൾ 4 ആണ്. ദെൻ 9ഉം 10ഉം മൊഡ്യൂൾ 5 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നെക്സ്റ്റ് പാർട്ട് ബി എന്ന് പറയുമ്പോഴത്തേക്കും സിമിലർലി 11ഉം 12ഉം. പാർട്ട് ബിക്കകത്തും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 11ഉം 12ഉം എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1-ലായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 14 മാർക്സ് ഈച്ച്. ഓക്കെ, 14 മാർക്സ് ഈച്ച്. Then similarly 13, 14 covering module 2. Then 15, 16 covering module 15, 16. Okay, 15, 16 covering module 3. Okay, 15, 16 covering module 3. Then 17, 18 covering module 4. Then finally 19, 20 will be covering the module 5. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ ആസ് ദ S3. ഓക്കെ, S3 എക്സാമിനുള്ള സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് നിങ്ങൾക്കിപ്പം S4-ലും. ഓക്കെ, അപ്പം മനസ്സിലാക്കുക. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ പാർട്ട് ബിയിലും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഓരോ മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ക്വസ്റ്റ്യൻ സെറ്റ് നമ്പർ 1 ആയിട്ട് സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൗ ഡസ് ദ ഹാർഡ്വെയർ ഫൈൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ ആഫ്റ്റർ സിസ്റ്റം സ്വിച്ച് ഓൺ, ദെൻ റൈറ്റ് ദ ഓപ്പറേഷൻസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിംഗ് ദ ബൂട്ടിംഗ് ഓഫ് എ സിസ്റ്റം ഓർ എക്സ്പ്ലെയിൻസ് എ സിസ്റ്റം ബൂട്ട് പ്രോസസ്. ഇതേത് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ്. സോ ബൂട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ബൂട്ടിംഗ്? ബൂട്ടിംഗ് ഈസ് ആക്ച്വലി ദ പ്രോസസ് സ്വിച്ചിങ് ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റാർട്ടിങ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സ്റ്റാർട്ട് ചെയ്യുക. That's a process known as booting.
Okay, actually there are 6 steps in booting process. They are BIOS and setup program, then power on self-test, then operating system loads, system configuration, system utility loads, then user authentication. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അതിൻ്റെ നടക്കുന്നത്, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ആദ്യം ബയോസും സെറ്റപ്പ് പ്രോഗ്രാമും, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ബയോസ് ലോഡ് ചെയ്യും. സോ അതാണ് ഇവിടെ പറയുന്നത്. BIOS, the part of the system software that includes the instruction to accept and instructions that the computer uses to accept input and output. That's a BIOS. Okay, basic input output system. Then load means to transfer from a storage device to memory. ROM loads the BIOS into the computer memory. Actually ROM read only memory ആണ് ലോഡ് ചെയ്യുന്ന ബയോസിനെ കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നത്. Then next step is the setup program. So BIOS and setup program means ഈ ഒരു യൂസർ ഇൻപുട്ടും ഔട്ട്പുട്ടും അക്സെപ്റ്റ് ചെയ്യണമല്ലോ. സോ ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, അത് ആ ഒരു പാർട്ട് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് കമ്പ്യൂട്ടർ യൂസസ് ടു അക്സെപ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിനെ ലോഡ് ചെയ്യുന്നത്, ഈ ബയോസിനെ ലോഡ് ചെയ്ത് കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. ഓക്കെ, ദെൻ സെറ്റപ്പ് പ്രോഗ്രാം മീൻസ് ഇറ്റ്സ് ആക്ച്വലി സ്പെഷ്യൽ പ്രോഗ്രാം കണ്ടെയ്നിങ് സെറ്റിങ്സ് ടു കൺട്രോൾ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സെറ്റപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, ദറ്റ് ഈസ് പോസ്റ്റ്. മീൻസ് ഇറ്റ്സ് എ സീരീസ് ഓഫ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ഓൺ ദ കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഡിവൈസസ്. അതായത് കറക്റ്റായിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻപുട്ട് ഡിവൈസെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ആ ഒരു ടെസ്റ്റാണ്. ഇതെല്ലാം വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ് നടക്കുന്നത്. ഓക്കെ, അതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്യുന്നത്, വെദർ ഓൾ ദ റിസോഴ്സസ് ഇസ് വർക്കിംഗ് പ്രോപ്പർലി ഓർ നോട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ കമ്പ്യൂട്ടർ വിൽ പ്രൊഡ്യൂസ് എ ബീപ്പിംഗ് സൗണ്ട് ഇഫ് എനി. അപ്പം ഇത് ചെയ്യും, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇഫ് എനി ബീപ്പിംഗ് സൗണ്ട്, ഈ ഒരു ബീപ്പിംഗ് സൗണ്ടെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു പ്രോബ്ലം ഒക്കർ ചെയ്തു എന്നുള്ളത്. ഒരു എറർ വിൽ ബി ഡിസ്പ്ലേ ഇൻ ദ മോണിറ്റർ. ദാറ്റ് മീൻസ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഫെയിൽ ആയെന്നാണ് അർത്ഥം. ഓക്കെ, ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം പെർമനൻറ്റ് സ്റ്റോറേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യണം. സോ ദ ബയോസ് സെർച്ചസ് ഫോർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും എന്താണ് മെയിൻ മെമ്മറിയിലോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യണം. So that's the third step process, that is operating system loads. And അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ it takes the control of the computer and begins the loading the system configuration information. Okay, next step is, അടുത്ത സ്റ്റെപ്പ് എന്താണ്, സിസ്റ്റം കോൺഫിഗറേഷൻ ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ അതിൽ രജിസ്റ്ററി, ദെൻ പെരിഫറൽ, സിസ്റ്റമായിട്ട് എന്തൊക്കെ ഇതിൽ കോൺഫിഗർ ചെയ്യണം, ആ ഒരു ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. വൺസ് ദ OS is loaded, next step is the loading the system configuration information. Details of the registry means peripherals and softwares in the database, information store in a database. Then the peripheral device, that means in the devices are computer connected. Then the utility program that makes the peripheral devices function properly. Utility program എന്ന് പറയുമ്പോൾ antivirus system utility programs ഒക്കെ ഉണ്ടെങ്കിൽ to make the devices function properly. Okay, അപ്പോൾ ഇതിലാണ് ഡ്രൈവേഴ്സൊക്കെ ലോഡ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പിലാണ് ഡ്രൈവേഴ്സൊക്കെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ബയോസും സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം, ദെൻ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതിനുശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യും, ദെൻ സിസ്റ്റം കോൺഫിഗറേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സിസ്റ്റം യൂട്ടിലിറ്റി ലോഡ്സ്. System utilities, that is in this step the system utility loads, it may be volume control, then PC card and plug utility. ഇതൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, അപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ലോഡായി, സിസ്റ്റം കോൺഫിഗറേഷൻ, ദെൻ യൂട്ടിലിറ്റി പ്രോഗ്രാം, സിസ്റ്റം യൂട്ടിലിറ്റി എല്ലാം ലോഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, യൂസർ ഓതൻറ്റിക്കേഷൻ അല്ലേ. ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. യൂസർ ലോഗിൻസ് ഒക്കേഴ്സ്, ദാറ്റ്സ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ലോഗിൻ ചെയ്ത്, ഇപ്പം വിൻഡോസിലാണ്, വിൻഡോസിൽ നമ്മൾ ലോഗിൻ ചെയ്ത് വിൽ ബി യൂസിങ് അവർ സിസ്റ്റം. ഓക്കെ,
The last step is a user's authentication. That is, your authentication user login occurs. There will be entering the username and the password to get into the system. Okay, അപ്പോൾ ഇത്രയാണ് 6 സ്റ്റെപ്സ് ഉണ്ട് ഓപ്പറേഷൻസ് ഡ്യൂറിങ് ദ ബൂട്ടിംഗ്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ദ ബൂട്ടിംഗ്, അല്ലെങ്കിൽ സിസ്റ്റം ബൂട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആഫ്റ്റർ സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഹൗ ദ ഹാർഡ്വെയർ ഫൈൻഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ. സോ ഇത്രയും സ്റ്റെപ്സാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Next, the second question is, what is the purpose of system call in operating system? Operating system purpose endana? Sorry, purpose of system call in operating system. System call the purpose endana? System call is a programmed way in which the computer program requests a service from the kernel of the operating system it is executed on. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്ന ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കേർണലിൻ്റെ സർവീസ് റിക്വസ്റ്റിംഗ് ദ സർവീസ് ഫ്രം ദ കേർണൽ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പം ആ കേർണലിൻ്റെ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കോളാണ്. മീൻസ് കഴിഞ്ഞാൽ ആ ഒരു കോൾ വഴിയാണ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ സർവീസിനെ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ വേ ടു ഇൻട്രാക്ട് വിത്ത് ദ യൂസേഴ്സിന് അല്ലെങ്കിൽ യൂസർ പ്രോഗ്രാംസിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാവുന്ന യൂസ് ചെയ്യുന്ന ആ ഒരു കോളിനെയാണ് സിസ്റ്റം കോൾ. ഓക്കെ, ത്രൂ ദി സിസ്റ്റം കോൾ ഓൺലി ദ യൂസർ പ്രോഗ്രാംസ് ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, that is, and it provides service operating system via API, application program interface വഴിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ സർവീസസ് അവൈൽ ചെയ്യുന്നത്. ഓക്കെ, and also it provides an interface between the process and the operating system to allow user level process to request services of the operating system. They are only entry points to the kernel system. So ഇതൊക്കെയാണ് സിസ്റ്റം കോളിൻ്റെ, കാരണം നമുക്ക് കേർണൽ സിസ്റ്റത്തിലോട്ടുള്ള എൻട്രി പോയിന്റും through the system call only. Okay, that is, all programs needing resources must use a system call. So system through the system call only the user programs can interact with the operating system. By accessing the kernel services. Okay, this is the second question. Third question is, why is context switching considered as an overhead to the system? What is this context switching? This is under module 2. Okay, this question is under module 2. So why is എന്തിനാണ് context switching it is considered as overhead to the system? Why? Context switching means what? Switching the CPU to another process. ഇപ്പോൾ ഒരു പ്രോസസ്സിൽ നിന്നും വേറൊരു പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യണം സി പി യുവിനെ, അല്ലേ? ഇപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സി പി യു യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സി പി യുവിന് ഈ ഒരു പ്രോസസ്സ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് എക്സിക്യൂഷൻ ഓഫ് ദിസ് പ്രോസസ് ദ സി പി യു വിൽ സ്വിച്ച് ഓൺ ടു ദ next process. Okay, so switching the CPU from one process to another process, it performing a state save of the current process and state store of a different process. Actually നമ്മൾ ഇതിൻ്റെ അകത്ത് PCB, what is PCB? Process control block. Process control blockൽ ഇതിൻ്റെ സ്റ്റേറ്റ് സേവ് ചെയ്യണം. അതായത് ഇപ്പം ഈ ഒരു CPU പ്രോസസ് 1ൽ നിന്ന് P2ലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ കറണ്ട് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റും സേവ് ചെയ്യണം. അതേപോലെ തന്നെ പുതിയ പ്രോസസ്സിന് ഡിഫറെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് റീസ്റ്റോറും ചെയ്യണം. അപ്പം ഈ ഒരു സേവിങ്ങും റീസ്റ്റോറിങ് ആക്ച്വലി ദിസ് ടാസ്ക് ഇസ് നോൺ ആസ് എ കോണ്ടെക്സ്റ്റ് സ്വിച്ച്. അപ്പം ഇങ്ങനെ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഒക്കർ ചെയ്യുമ്പോഴത്തേക്കും അപ്പം ഈ പറയുന്ന ഓൾഡ് പ്രോസസ്സിൻ്റെ കണ്ടസ്റ്റ് സേവ് ചെയ്യണം, അതേപോലെ തന്നെ സേവും ചെയ്യണം, ന്യൂ പ്രോസസ്സിൻ്റെ സേവ്ഡ് കണ്ടസ്റ്റ് ലോഡും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സേവിങ് ആൻഡ് ലോഡിങ് അല്ലെങ്കിൽ സേവിങ് ആൻഡ് റീസ്റ്റോറിങ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഓവർ ഹെഡാണ്. വൈ? ബിക്കോസ് ദ സിസ്റ്റം ഡസ് നോ യൂസ്ഫുൾ വർക്ക് ഡ്യൂറിങ് ദി സ്വിച്ചിങ് ചെയ്യുമ്പോഴത്തേക്കും ദ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡസ് നോ യൂസ്ഫുൾ വർക്ക്. ഇറ്റ്സ് ഇൻ ഐഡിയൽ പൊസിഷൻ, അല്ലേ? ഐഡിയലായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു പൊസിഷൻ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഒരു സ്വിച്ചിങ് ടൈമിൽ പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് പറയാം? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഇസ് കൺസിഡർഡ് ആസ് എൻ ഓവർ ഹെഡ് ടു ദ സിസ്റ്റം. അപ്പോൾ മോർ ദ കോംപ്ലെക്സ് ദ OS ദാൻ ദ PCB, ദ ലോങ്ങർ ദ കോണ്ടെക്സ്റ്റ് സ്വിച്ച്.
ആൻഡ് ദിസ് സ്വിച്ചിങ് സ്പീഡ് വേരിയസ് ഫ്രം മെഷീൻ. ചില മെഷീനിലാണെങ്കിൽ ഈ കോൺടാക്ട് സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും റീസ്റ്റോർ ചെയ്യുന്നത് സേവ് ചെയ്യുന്നത് സ്പീഡ് നടക്കും. ദാറ്റ് വേരിയസ് ഫ്രം മെഷീൻ ടു മെഷീൻ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെമ്മറി സ്പീഡ്, ദ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ദാറ്റ് മസ്റ്റ് ബി കോപ്പീഡ്. കാരണം എത്ര രജിസ്റ്റേഴ്സിലാണ് കോപ്പി ചെയ്ത് അത് ആ ഒരു സ്റ്റേറ്റും നമ്മൾ പി സി ബിയിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ. ഇപ്പം ആ ഒരു ഇൻസ്ട്രക്ഷനിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വീണ്ടും എന്താണ് ടൈം എടുക്കും. ഓക്കെ, സോ ദിസ് switching speed it varies from machine to machine. Okay, and they are highly dependent on hardware support. So ഇതുകൊണ്ടാണ് പറഞ്ഞത് why it is considered as overhead, because during switching the operating system does no useful work, it sits in idle position. അല്ലേ, നമ്മൾ സിസ്റ്റത്തിനെ ആസ് ബിസി ആക്കി ഫുൾ ടൈം എന്താണ് we have to keep the CPU as busy as possible, right? So this is the answer for the third question. Okay, next, fourth question is, how is inter-process communication implemented using shared memory? This question is also under module 2. Okay, so how is inter-process communication or IPC? It's a very important question. Okay, IPC or inter-process communication. How this is implemented using ഷെയർഡ് മെമ്മറി യൂസ് ചെയ്ത് ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഷെയർഡ് മെമ്മറിയും വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യും, മെസ്സേജ് പാസിംഗ് വെച്ചും ഇംപ്ലിമെൻറ്റ് ചെയ്യും. ദ ക്വസ്റ്റ്യൻ ഹിയർ ആസ്ക്ഡ് ഇസ് ഹൗ ദ ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ഷെയർഡ് മെമ്മറി. സോ what is inter-process communication? The way in which the processes communicate with each other. പ്രോസസ്സസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ-പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഓർ IPC എന്ന് പറയുന്നത്. ഓക്കെ, IPC, inter-process communication. That means the way in which the various processes communicate with each other. Actually, there are two fundamental models of IPC. That is, ഞാൻ പറഞ്ഞല്ലോ, ഷെയർഡ് മെമ്മറി സിസ്റ്റം ഉണ്ട്, മെസ്സേജ് പാസിംഗ് ഉണ്ട്. സോ ജസ്റ്റ് പറയാം, വാട്ട് ഇസ് ഷെയർഡ് മെമ്മറി സിസ്റ്റം യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് എന്താണ് ഷെയർഡ് മെമ്മറി സിസ്റ്റം, മെസ്സേജ് പാസിംഗ് എന്ന് ജസ്റ്റ് നോക്കാം. ഷെയർഡ് മെമ്മറി സിസ്റ്റം മീൻസ് ഷെയർഡ്. ഓക്കെ, ആ ഒരു പേര് തന്നെ നമുക്കറിയാം. ഹിയർ ദ കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ്, നമുക്കറിയാം കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് ആണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഓപ്പറേറ്റിംഗ് പ്രോസസ്സിന് ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ആ ഒരു ഷെയർഡ് മെമ്മറി വഴിയായിരിക്കും പ്രോസസ് ക്യാൻ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ ബൈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡേറ്റ. അപ്പോൾ ആ ഷെയർഡ് മെമ്മറിയിലോട്ടായിരിക്കും ഈ പ്രോസസ്സിൻ്റെ ഇൻഫോർമേഷനും റീഡ് ചെയ്യുന്നതും അതിലോട്ട് റൈറ്റ് ചെയ്യുന്നതും. ഓക്കെ, സോ മെസ്സേജ് പാസിംഗ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് മെസ്സേജസ് വഴി ആണ് പ്രോസസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ ഷെയർഡ് മെമ്മറി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഷെയർഡ് റീജിയൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ ഷെയർഡ് റീജിയനിൽ കൂടെയാണ് കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഷെയർഡ് മെമ്മറി ഉണ്ട്, മെസ്സേജ് പാസിംഗ് ഉണ്ട്. ഇവിടെ ഷെയർഡ് മെമ്മറിക്കകത്ത് പ്രോസസ്സ് എയും പ്രോസസ്സ് ബിയും ആണ് കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് വിചാരിക്കാം. ഇൻ കേസ് ഓഫ് ഷെയർഡ് മെമ്മറി ഇവിടെ നമുക്ക് കാണാം പ്രോസസ്സ് എ. ഇവിടെ പ്രോസസ്സ് എ ആണ്. അപ്പോൾ പ്രോസസ്സ് എ ആണ് പ്രോസസ്സ് ബിയിലോട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മെസ്സേജസ് പാസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്? പ്രോസസ്സ് എ വിൽ ക്രിയേറ്റ് എ ഷെയർഡ് റീജിയൻ. ഓക്കെ, ഷെയർഡ് റീജിയൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ആ ഷെയർഡ് റീജിയനിലോട്ട് പ്രോസസ്സ് എ എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും. പ്രോസസ്സ് ബി എന്ത് ചെയ്യും? അവിടെ നിന്ന് റീഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഷെയർഡ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഫിഗർ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ഫിഗർ നല്ലപോലെ പഠിച്ചു വയ്ക്കുക, അത് എളുപ്പമാണ്. ഇവിടെ എന്താണ്? വിൽ എസ്റ്റാബ്ലിഷ് എ ഷെയർഡ് മെമ്മറി റീജിയൻ. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് എയും പ്രോസസ്സ് ബിയും ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സ് എ വിൽ ക്രിയേറ്റ് എ ഷെയർഡ് മെമ്മറി. ആ മെമ്മറി ഏരിയയിലോട്ട് പ്രോസസ്സ് എ എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും. ആ റൈറ്റ് ചെയ്ത ഡേറ്റ ആര് റീഡ് ചെയ്യും? പ്രോസസ്സ് ബി റീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കേർണലിൻ്റെ ഇൻ്റർവെൻഷൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് മെസ്സേജ് പാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മെസ്സേജസ് വഴിയാണ്, ഇവിടെ കണ്ടോ, മെസ്സേജസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സ് എ എന്ത് ചെയ്യും? വിൽ സെൻഡ് എ മെസ്സേജ് ടു ദ കേർണൽ. കേർണൽ എന്ത് ചെയ്യും? വിൽ പ്രൊവൈഡ് ദറ്റ് മെസ്സേജ് ടു ദ പ്രോസസ്സ് ബി. അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ്. മെസ്സേജസ് പാസ് ചെയ്താണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
ബട്ട് ഷെയർഡ് മെമ്മറിയിൽ എങ്ങനെയാണ് ഒരു ഷെയർഡ് റീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതുവഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പ്രോസസ്സ് P1ഉം P2നും. അപ്പോൾ അവരുടെ എന്താ ചെയ്യുക, പ്രോസസ്സ് P1 ഇവിടെ നോക്കുക, പ്രോസസ്സ് P1 P2 ആണ്, ഷെയർഡ് മെമ്മറി സിസ്റ്റം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ പ്രോസസ്സ് P1ഉം P2ഉം തമ്മിൽ ദേ ആർ കോപ്പറേറ്റിംഗ് പ്രോസസ്സ്, ദേ വാണ്ട് ടു ഷെയർ സം ഡേറ്റ. സോ P1 എന്ത് ചെയ്യും, ഹാസ് സം ഡേറ്റ ടു ഷെയർ വിത്ത് P2. സോ P1 വിൽ ക്രിയേറ്റ് ഷെയർഡ് റീജിയൻ. P1 ആണ് ഒരു ഷെയർഡ് റീജിയൻ ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ അഡ്രസ് സ്പേസിൽ, എന്നിട്ട് വിൽ സ്റ്റോർ ദ ഇൻഫോർമേഷൻ ഇൻ ഇറ്റ്സ് ഷെയർഡ് റീജിയൻ. ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്രോസസ് P2ൽ P1ൻ്റെ ആ റീജിയനിലുള്ള ഡേറ്റ ആക്സസ് ചെയ്യണം. സോ P2 എന്ത് ചെയ്യും, P2 വിൽ അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു ദ ഷെയർഡ് സ്പേസ് ഓഫ് ദ P1ൻ്റെ ഷെയർഡ് സ്പേസിലോട്ട് അറ്റാച്ച് ചെയ്യും, എന്നിട്ട് വിൽ റീഡ് ദ ഡേറ്റ ഫ്രം ദെയർ. ഓക്കെ, so now the process P1 and P2 can exchange information by reading and writing data in the shared segment of the process. അപ്പോൾ ഇത്ര ഓർക്കുക, ഏത് പ്രോസസ്സിനാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത് ആ പ്രോസസ് വിൽ ക്രിയേറ്റ് എ ഷെയർഡ് മെമ്മറി ഇൻ ഇറ്റ്സ് അഡ്രസ് സ്പേസ്. അപ്പോൾ മറ്റേ പ്രോസസ്സ് എന്ത് ചെയ്യും, ആ ഒരു അഡ്രസ് സ്പേസിൽ നിന്നും ആ അഡ്രസ് സ്പേസിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ അഡ്രസ് സ്പേസിൽ നിന്നും മീൻസ് ആ ഒരു ഷെയർഡ് റീജിയനിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഷെയർഡ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. Shared memory. Okay, so this is a inter-process communication using the shared memory is implemented. Okay, നമ്മൾ 4 ക്വസ്റ്റ്യൻസ് സെറ്റ് 1ലുള്ള 4 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കവറിംഗ് ദ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2. In the next video we'll be discussing the next questions. Okay, thank you.